ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമിൻ്റെ അച്ഛൻ വന്ദനയോട് സംസാരിച്ചതിന് ശേഷം വിചാരിക്കുകയാണ് ഇവൾക്ക് ശ്യാമുമായിട്ട് എന്തായിരിക്കും ബന്ധമെന്നൊക്കെ. അച്ഛൻ വന്ദനയുടെ കയ്യിൽ പിടിച്ച് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എന്തായാലും എൻ്റെ സഹോദരി പോയ വഴിക്ക് തന്നെ എൻ്റെ മകനും പോകാനുള്ള വഴിയാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയുമെന്നൊക്കെ വിചാരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് വർഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം അടുത്തേക്ക് വരുന്നുണ്ട്. വർഷ വിക്രമിന് ചായ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. വിക്രം അപ്പോൾ എടുക്കണ്ടെന്നൊക്കെ പറയുന്നു. വർഷ കുത്തിയിരുന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. വർഷ തലയിലൊന്നും കയറുന്നില്ല എന്നൊക്കെ പറയുന്നു. വിക്രം അപ്പോൾ പറയുന്നുണ്ട് എന്നെ പഠിപ്പിച്ചാൽ മതി, അപ്പോൾ തലയിൽ കയറുമെന്നൊക്കെ പറയാണ്. ശേഷം വിക്രം ആണെങ്കിൽ വർഷ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പെരുമാറുന്നു. പിന്നീട് കാണിക്കുന്നത് ജഗനെയും ദിയമോളെയുമാണ്. ദിയമോളെ ജഗൻ സ്കൂളിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗൻ ദിയമോളോട് പറയുന്നുണ്ട് മോളെ പാർക്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ. പെട്ടെന്ന് ദിയമോളെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്ദനയും അവിടേക്ക് വരുന്നുണ്ട്. വന്ദന ചോദിക്കുന്നുണ്ട് ജഗൻ എപ്പോൾ വന്നെന്ന്. ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നതായിരുന്നു എന്ന്. അപ്പോഴാണ് മോള് വന്ദനയെ കാത്ത് തനിച്ചിവിടെ ഇരിക്കുന്നത് കണ്ടത്. മോൾക്കൊരു കമ്പനി കൊടുക്കാമെന്ന് കരുതിയെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന ഇപ്പോൾ എനിക്ക് ഒരുപാട് ടൈം നന്ദിയൊക്കെ പറയാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ. വന്ദന അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ പിന്നാലെ വരുന്നതെന്നൊക്കെ. ദിയമോൾ പറയുന്നുണ്ട് എനിക്ക് പാർക്കിൽ പോകണമെന്ന്. വന്ദന അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. ജഗൻ പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നൊക്കെ. ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ബോറടിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പാർക്കിൽ പോകണമെന്ന് പറയുന്നു. ജഗനും പറയുന്നുണ്ട് മോളുടെ ആഗ്രഹമല്ലേ പാർക്കിൽ കൊണ്ടുപോകാമെന്ന്. ദിയമോൾ പറയുന്നുണ്ട് ജഗൻ അങ്കിളിൻ്റെ ബുള്ളറ്റിൽ പോകാം. ഈ ബുള്ളറ്റിൽ പോകുമ്പോഴാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് പോകാമെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന്. പക്ഷെ ദിയമോൾ കേൾക്കുന്നില്ല. വന്ദന അമ്മ ബൈക്കിൽ കയറാനെന്ന് പറയുന്നു. ജഗനും ചെറിയ പുഞ്ചിരിയോട് വന്ദനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. വന്ദന കയറുന്നതും കാത്തു നിൽക്കുകയാണ്. അവസാനം വേറെ വഴിയില്ലാതെ വന്ദന മടിച്ച് ജഗന്റെ ബൈക്കിൽ കയറുകയാണ്. ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്പീഡിലാണ് പോകാൻ പോകുന്നത്, അതുകൊണ്ട് മുറുക്കി പിടിച്ചോണമെന്നൊക്കെ പറയുന്നു. ജഗൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്ദന അറിയാതെ ജഗനെ പിടിച്ചു പോകുന്നുണ്ട്. 3 പേരും ഒരുമിച്ച് സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നുണ്ട്. ജഗൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശേഷം പാർക്കിൽ പോയതിനു ശേഷം ദിയമോൾ ബോട്ടിലിൽ വളയമിട്ട് കളിക്കുന്നുണ്ട്. വന്ദനയും ജഗനും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ദിയമോൾ വന്ദനയോടും ജഗനോടും പറയുന്നുണ്ട് നിങ്ങളും ബോട്ടിലിൽ വന്ന് വളയമിടണമെന്ന്. 2 പേരും ദിയമോളുടെ ആഗ്രഹപ്രകാരം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ദിയമോൾ 2 പേരെയും കൂടെ ഒരുപാട് സന്തോഷത്തോടെ എൻജോയ് ചെയ്യുകയാണ്. ആ സമയത്ത് ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്ദനയൊന്ന് വരുമോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. വന്ദനയും ജഗനും മാറി നിൽക്കുന്നുണ്ട്. ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് എനിക്ക് വന്ദനയോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് വന്ദനയെ ഇഷ്ടമാണെന്ന് പറയുന്നു. ജഗൻ പറയുന്നുണ്ട് വെറും ഇഷ്ടമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന്. ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാമല്ലോ, അത് വന്ദനയുടെ മകളല്ലല്ലോ, രാജീവിൻ്റെ മകളാണല്ലോ എന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ദിയമോൾ എൻ്റെ മകൾ തന്നെയാണെന്ന്. ജഗൻ അപ്പോൾ പറയുന്നുണ്ട് നിന്നെ വിവാഹം കഴിക്കുന്നതോടുകൂടി ദിയമോളുടെ പിതൃത്വവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഈ ജന്മം എനിക്ക് ദിയമോൾ മാത്രമായിരിക്കും മകളും. എന്ന് വെച്ചാൽ ജഗൻ എന്നെ വിവാഹം കഴിച്ചാൽ പോലും ജഗൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ ഞാൻ തയ്യാറല്ലെന്നൊക്കെ പറയുന്നു. ഈ ഒരു കാര്യത്തിന് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ജഗനെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ജഗൻ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വന്ദന പറയുന്നുണ്ട് എന്താണൊന്നും മിണ്ടാത്തത്, എനിക്കറിയാം ജഗൻ അതിനൊന്നും പറ്റത്തില്ലെന്ന്. എൻ്റെ ദിയമോളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ജഗന് പറ്റത്തില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു. എൻ്റെ വിവാഹത്തോടെ ദിയമോൾ ആരോരുമില്ലാത്ത അനാഥയാക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല എന്നൊക്കെ പറയുന്നു. ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് ഞാൻ ദിയമോളുടെ പിതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിലോ എന്ന്. വന്ദന അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ ജഗൻ പറയുന്നുണ്ട് വന്ദന ഞാൻ വിവാഹം കഴിക്കുന്നതോടുകൂടി ദിയമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അല്ല, അച്ഛനായിട്ട് ഞാൻ മാറിയാലോ എന്ന്. ജഗൻ പറയുന്നത് കേട്ടിട്ട് വന്ദന ഒന്നും മിണ്ടുന്നില്ല. വന്ദനയുടെ കണ്ണ് നിറയുന്നുണ്ട്. ജഗൻ ഒരുപാട് സ്നേഹത്തോടെ വന്ദനയുടെ തോളിലേക്ക് കൈവെക്കുന്നുണ്ട്. വന്ദനയെ കണ്ണ് നിറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജഗന്റെ തോളിലേക്ക് ചാരുന്നു. ജഗൻ വന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജഗന്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. വന്ദനയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്.
ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്